ചേട്ടാ, നിയമസഭാ ഇലക്ഷൻ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് അതിന്റെ ചൂട് പിടിച്ച ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പൊ ബി.ജെ.പി ഒരു വമ്പൻ സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ കേൾക്കുന്നു. മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പ്രകാരം കേരളത്തിൽ ബി ജെ പി നയിക്കുന്നത് അമിത്ഷാ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇപ്പൊ അമിത്ഷാ നേരിട്ട് എത്തിയാൽ? അമിത്ഷാ നേരിട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും, മുന്നേറ്റം ഉണ്ടാവും. ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഇന്ത്യനെ മൊത്തത്തിൽ തന്നെ വലിയ സന്തോഷം നൽകുന്ന, അതേ സമയത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഉറക്കം നൽകുന്ന, ഉറക്കം കെടുത്തുന്ന, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം കോൺഗ്രസ് ഇവിടെ അധികാരം പിടിക്കുമെന്ന തലത്തിലേക്കുള്ള ട്രെൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബി.ജെ.പി എന്താണോ തീരുമാനിക്കുന്നത്, ഈ ബി.ജെ.പി ഒരു നിർണായക ശക്തിയായി മാറും. ബി.ജെ.പിക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ അധികാരത്തിൽ കയറ്റാനും CPM-നെ അധികാരത്തിൽ നിറക്കാനും, അല്ലെങ്കിൽ ഇവരെ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും നടത്താൻ പറ്റുന്ന നിർണായക ശക്തിയായിട്ട് ബി.ജെ.പി ഇവിടെ മാറിയിട്ടുണ്ട് എന്തായാലും. അപ്പോ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉറക്കം കെടുത്തുന്നതും, CPM പ്രവർത്തകരെ സംബന്ധിച്ച് ഉറക്കം കെടുത്തുന്നതും, ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതും. അപ്പം ഈ അമിത്ഷായുടെ ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമിത്ഷായുടെ രീതി എന്ന് വെച്ചാൽ 1986 ഒരു കുറച്ച് പഴയൊരു കഥ കൂടെ ആഡ് ചെയ്യാം നമുക്ക്. 86 അഹമ്മദാബാദ് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കുകയാണ് 1986. അപ്പോൾ അന്ന് അഹമ്മദാബാദ് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷൻ ചാർജ് എന്ന് പറയുന്നത് സാക്ഷാൽ മോദിജിയാണ്. മോദിജിയുടെ ഇലക്ഷൻ ചാർജ്. അപ്പം മോദിജി ഒരു സ്കൂട്ടറിൽ, നമ്മുടെ ഇവിടെ യമഹന്റെ ഒക്കെ പഴയ സ്കൂട്ടറില്ലേ, അപ്പൊ അതേപോലത്തെ ഒരു സ്കൂട്ടറിൽ പോവുകയാണ്. മോദിജി സ്കൂട്ടറിന്റെ പുറയിലിരുന്നാണ് പോകുന്നത്. മുന്നിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത് സാക്ഷാൽ മുട്ടാബായി, അതായത് അമിത്ഷാ. അതായത് മുട്ടാബായി ആണ് ഈ സ്കൂട്ടർ ഓടിക്കുന്നത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുനിസിപ്പൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ഈ എന്താ പറയുക കുടിസ് വഴികൾ എന്ന് പറയുക, ചെറിയ വീതി കുറഞ്ഞ വഴികളിലൂടെയൊക്കെ കൊണ്ടുണ്ടാവും. അപ്പം അങ്ങനെ വഴികളിലൂടെയൊക്കെ ഈ സ്കൂട്ടറിൽ പോയിട്ട് അവിടെ എല്ലാം കൃത്യമായി പോസ്റ്റർ വന്നിട്ടുണ്ടോ, അവിടെ കുടുംബ സംഗമം നടന്നിട്ടുണ്ടോ, അവിടെ ചൂരെഴുത്ത് നടന്നിട്ടുണ്ടോ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, വീട്ടിൽ കയറിയുള്ള ഗൃഹസമ്പർക്കം എന്തായി, ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും രാവിലെ അങ്ങ് ഇറങ്ങും. രാവിലെ രണ്ടുപേരും കൂടി അങ്ങ് ഇറങ്ങും. മുട്ടാവായും ഈ പറയുന്ന മോദിജിയും കൂടി അങ്ങ് ഇറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. വന്നിട്ട് എല്ലാവരുടെയും ഇരുന്ന് കണക്കെടുപ്പ് നടത്തി നാളെ പറയേണ്ട സ്ഥലങ്ങൾ, നാളെ മീറ്റിംഗ് പറയേണ്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലൂടെ വീണ്ടും ഇറങ്ങും. അങ്ങനെ അവിടുത്തെ ആൾക്കാരെ വീട്ടിലൊക്കെ ഒരുത്തനും ഇലക്ഷൻ ചുമതല വെച്ചിട്ട് ഇരിക്കാൻ പറ്റൂല. എല്ലാവരും കുത്തി പുറത്തിറങ്ങി അവിടെ പണിയെടുക്കാൻ വേണ്ടി പറയും. ഗ്രൗണ്ടിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രൗണ്ടിൽ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൃഹസമ്പർക്കം, മറ്റു കാര്യങ്ങൾ, നിരന്തരമായ സമ്പർക്കത്തിലൂടെയാണ് ആളുകളുടെ ഒരു പൊളിറ്റിക്കൽ നോളജ് അവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ നിലവിലെ ഒരു പൊളിറ്റിക്കൽ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിരന്തരമായി സമ്പർക്കം ചെയ്യപ്പെടണം. അങ്ങനെയുള്ള നിരന്തരമായി സമ്പർക്കം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് CPM-നെ ബ്രാഞ്ച് കമ്മിറ്റിക്ക് ഇന്ന വീട്ടിൽ ഇന്ന ആൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു പ്രീ ഇലക്ഷൻ പോൾ വരുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അപ്പം അതേ നില ഈ പറയുന്ന ബി.ജെ.പി അന്ന് അഹമ്മദാബാദ് മുനിസിപ്പൽ ഇലക്ഷനകത്ത് ഉണ്ടാക്കിയത്. അങ്ങനെ അഹമ്മദാബാദ് മുനിസിപ്പൽ ഇലക്ഷൻ്റെ അകത്ത് ഈ മോദിജിയും മുട്ടാബായും കൂടിയുള്ള ഈ ഏകോപനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ മുനിസിപ്പൽ ഇലക്ഷൻ നിന്ന് ബി.ജെ.പി ജയിക്കുകയും ആദ്യം ഗുജറാത്തിൽ ജയിക്കുന്നത് ഈ പറയുന്ന അഹമ്മദാബാദ് മുനിസിപ്പൽ ഇലക്ഷനിലാണ്. അതിനുശേഷമാണ് ഗുജറാത്ത് ഗുജറാത്തിലെ എന്താ പറയാ മോദിജി മുഖ്യമന്ത്രിയാകുകയും അതെ നിർണായക ശക്തിയായി മാറി. ഇന്ന് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ ശക്തിയായി മാറുകയും അവിടെ ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ അകത്ത് പൂർണ്ണമായും തകർന്ന ഒരു സ്റ്റേറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞത് മോദിജിന്റെ വലിയ കഴിവാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കച്ചവടക്കാരെന്ന് അറിയപ്പെടുന്നു ഗുജറാത്തുകൾ തന്നെ കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന നിലയിലായിട്ട് തിരുവനന്തപുരം പിടിച്ചു. ഇനി അടുത്തത് കേരളം പിടിക്കും. അത് ഘട്ടം ഘട്ടമായിട്ട് പിടിക്കുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് കേരളം മൊത്തം പിടിക്കാൻ പറ്റുന്നുള്ള ഒറ്റ ബി.ജെ.പി കാരനും ചിന്തയില്ല എന്തായാലും. അതിപ്പം ചിലപ്പം പോലും അദ്ദേഹം ഈ ഒരു വരവില് നിർണായകമായിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതും നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതും. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റിലൊക്കെ സംസാരിച്ചതാണല്ലോ. അതെ 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 ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിജയ സാധ്യത മാത്രമായിരിക്കണം ഒരു സ്ഥാനാർത്ഥിനെ പരിഗണിക്കുന്നതിനുള്ള ഘടകം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അമിത്ഷാ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സ്റ്റേറ്റിന്. അതിൻ്റെ അകത്ത് എന്താ പറയുക 30% വരുന്ന ഈ സ്പോർട്സ്, ആർട്സ്, മറ്റേ ബിസിനസ്, പുതുമുഖങ്ങൾ, യൂത്ത് ഇവരെയൊക്കെ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അവഗണിക്കാതെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് സാധ്യതയുള്ള ചലനം ഉണ്ടാക്കാൻ പറ്റുന്നവരെ എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ആരെയും അവിടെ പോയിട്ട് 10 കോടി 20 കോടി രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുന്ന പറഞ്ഞ് ചാടിക്കുന്ന പരിപാടി അമിത്ഷാ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി വേണ്ടെന്നുള്ളത് തന്നെയാണ് തീരുമാനം. അങ്ങനെ ഒരു പരിപാടിയില്ല.
BJP-യിൽ ആകൃഷ്ടരായി അല്ലെ മോദി സർക്കാരിന്റെ വികസനാത്മകമായിട്ടുള്ള നയങ്ങളിൽ ആകൃഷ്ടരായി വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുക, അവർക്ക് കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് BJP എന്തായാലും നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ 45 ദിവസങ്ങളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്ന് ഒരു വികസനത്തിന് ഡെവലപ്മെന്റ് ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു വരവ് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് അമിത്ഷാജിയോട് സ്റ്റേറ്റ് ആവശ്യപ്പെട്ടുള്ളത് അത് ജനുവരി 23 എത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ജനുവരി 23 കഴിഞ്ഞ പിന്നെ 26 റിപ്പബ്ലിക്കായി പരേഡായി, ഇനി 28 പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങിയാണ്. അത് ഏപ്രിൽ 2 വരെ പോവുകയാണ്. അപ്പൊ ഏപ്രിൽ 2 അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ ടൈറ്റ് ആവും. ഈ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയി സെഷൻസ് ഒക്കെ ആ രീതിയിലൊക്കെ പോകുന്ന തരത്തില്. അപ്പം ഈ പറഞ്ഞ 45 ദിവസം എന്നുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ 23 ജനുവരി 23 BJP-നെ സംബന്ധിച്ചിടത്തോളം BJP അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഗ്രൗണ്ട് ലെവലിൽ തുടങ്ങി. ഡേറ്റ് പ്രഖ്യാപിക്കേണ്ട, അതായത് PM പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ഡേറ്റ് ഏറ്റവും അവസാനമായിട്ട് ക്ലാരിഫൈ ചെയ്ത് കിട്ടുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇതിന്റെ അപ്രൂവൽ വരേണ്ടത്. അതിനുശേഷം SPG പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരു SPG ആണ്. അപ്പൊ SPG ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുകയും SPG-യുടെ ഇപ്പം പുത്തരിക്കണ്ടം മൈതാനത്താണ് സ്വാഭാവികമായിട്ട് ഈ പരിപാടി നടക്കുക. അത് എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷം പേരിന് മുകളിൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അത്രയും വലിയൊരു പരിപാടി എന്ന നിലയിലാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് തന്നെ തിരുവനന്തപുരത്ത് നടക്കാൻ വേണ്ടി പോകുന്നു. അത് മോദിനെ കാണുക എന്ന് പറയുന്നത് എന്താ പറയുക, ചാഞ്ചാടി നിൽക്കുന്നവരും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ ഞാൻ അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സാധാരണ നമ്മുടെ ജയരാജ് കൈമൾ അദ്ദേഹമാണ് അവിടെ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി. ജയരാജന് നേരത്തെ ഇപ്പൊ ഓഫീസ് പൂട്ടുന്നതൊക്കെ കേട്ടത് അറിയോ എന്താ കാരണം? അതായത് അവിടെ ഹൗസ്ഫുൾ എന്ന് ബോർഡ് വെച്ചൊക്കെയാണ്, മറ്റു പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെ നിരന്തരം രാത്രിയൊക്കെ വരികയാണ്. വന്നിട്ട് ചർച്ച ചെയ്ത് പെട്ടെന്ന് BJP-യിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഏരിയ സെക്രട്ടറി വരുന്നു, ജില്ലാ സെക്രട്ടറി വരുന്നു, MLA 3 ടൈം പേടി. അതെ അങ്ങനെ വരികയാണ്. ഇപ്പം അരുണിമ നമ്മൾ കണ്ടിട്ടുള്ള സീനൊന്നല്ല. ഈ സീന് എന്താ പറയാ, മറ്റൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ മമ്മൂട്ടിന്റെ, സീൻ ഇതൊന്നും അല്ല, വേറെ സീൻ വരാൻ പോകുന്നു പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ അതെ അതെ ആ സമയം അപ്പൊ അതേ രീതിയിൽ ഇപ്പം സീൻ വേറെ വരാൻ പോവുകയാണ്. ആ സീന് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒരു അടുത്ത ഘട്ടങ്ങളിലായിട്ട് ആ സീന് കൃത്യമായിട്ട് തന്നെ പുറത്തേക്ക് വരും. അപ്പം അത് സംബന്ധിച്ചുള്ള ഒട്ടേറെ MLA-മാര് ഉൾപ്പെടെയുള്ള ആൾക്കാർ എനിക്ക് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് ഞാൻ പറയാം 16 പേര്, 2 മന്ത്രിമാർ ഉൾപ്പെടെ 16 പേര് വരാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ. 2 മന്ത്രിമാർ ഉൾപ്പെടെ മുൻ MLA-മാരായത് സംസ്ഥാന നേതാക്കളായിട്ടുള്ള അറിയപ്പെടുന്ന 16 നേതാക്കൾ ഈ ഘട്ടത്തിലാട്ടോ. ഇനി ചിലപ്പോൾ നാളെ അത് 16 എന്നുള്ള 20, 25 ആകാം. അപ്പം ഈ ഘട്ടത്തിൽ ഇത്രയും പേര് എത്താനുള്ള സാധ്യത ഉണ്ടാകും. അപ്പം BJP കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് ഓടിപ്പോയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരാളെ കണ്ട് റീവിനെ കണ്ടെടുത്ത് റീവ് വരുന്നോ ഇവിടെ, അങ്ങനെ ഒരു സാധനമല്ല BJP കൃത്യമായിട്ട് തന്നെ ഏതൊക്കെ പാർട്ടികളിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കൃത്യമായിട്ട് ഈ മോദിയുടെ നയങ്ങളിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ആകൃഷ്ടരാകുന്നവർ എത്രയുണ്ട്, ഇതെല്ലാം തന്നെ കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ട് അത്തരം ആളുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരിലേക്ക് എത്തി അവരുമായിട്ട് സംസാരിച്ച് അവരിൽ ഭൂരിഭാഗം പേരോടും സംസാരിക്കാൻ ചെല്ലുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങോട്ട് എങ്ങനെയാ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുന്നതെന്ന് നോക്കിയിരിക്കുന്നതാ കേട്ടത്. നമ്മുടെ AN രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ ഉണ്ട്, NDA വൈസ് ചെയർമാൻ. രാജേട്ടൻ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഒരു തമാശ രീതി പറഞ്ഞതാണ്, ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന സമയത്ത് ആ നേതാവ് പറഞ്ഞു ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല ഫോൺ റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുമോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് വിളിക്കാതിരുന്നത് പറഞ്ഞത്. അപ്പം അതാണ് അവസ്ഥ. പല ആൾക്കാരും അത് വലിയ ട്വിസ്റ്റ് ഉണ്ട്. പല ആൾക്കാരും വരാൻ വേണ്ടി തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ എന്താ വിളിക്കാതിരിക്കുന്നത്? രാജീവ്ജിയുടെ മൊബൈലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ വരുമെന്ന് പല നമ്പറിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 23 നരേന്ദ്രമോദി വരും എന്നുള്ളതാണ് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു വമ്പൻ സംഭവമായി തന്നെ മാറുന്ന തരത്തിലുള്ള ഒരു ആഘോഷം തന്നെയായിരിക്കും ഉണ്ടാവുക. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപനം, ഡെവലപ്മെന്റ് ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകും. മാത്രമല്ല കേരളത്തിന്റെ
പോലെ നമ്മുടെ തിരുവനന്തപുരം മാറും. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് തന്നെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ മാറും. മാത്രമല്ല കേരളത്തില് ഒരു വലിയ ടാർഗറ്റ് തന്നെ അമിത്ഷാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. അമിത്ഷാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം എങ്ങനെയാണ് ചേഞ്ച് ആവുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഈ നിപ്പില് ഇപ്പൊ നമ്മുടെ NH അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെയാണോ ദേശീയപാത നിർമ്മിക്കുന്നത് എന്നുള്ള പോലെ ആയിരിക്കും കേരളത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പോയി നോക്കി 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു 45 മീറ്റർ 60 മീറ്ററുള്ള ഹൈവേ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് നിതിൻ ഗഡ്കരി ഇപ്പം NH നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും കേരളത്തിലെ അമിത്ഷാജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റത്. എങ്ങനെയാ മാറ്റം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ പ്രഖ്യായ എന്ന് പറഞ്ഞൊരു സാധനങ്ങൾ മൊത്തം മാറും. ഇന്ന് LDF UDF നിൽക്കുന്ന രാത്രി വരെ ചാനൽ ചർച്ചയിൽ നിന്നിരുന്ന ആള് പിറ്റേ ദിവസം രാവിലെ ആവത്ര നേരെ മാരാർജി ഭവനിലെത്തി അവിടുന്ന് ഷോളറ്റ് മെമ്പർഷിപ്പ് ചെയ്യുകയാണ്. ആരാന്ന് മനസ്സിലായല്ലോ, റെജി ലൂക്കോസ്. രാത്രി വരെ അദ്ദേഹം മറ്റൊരു ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്തതാണ്. അതാണ് ഇന്നത്തെ ട്വിസ്റ്റ്. അപ്പം ആ രീതിയിലേക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്.